ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് 2011 ഓഗസ്റ്റിനാണ് തുടങ്ങിയത്. ആക്ച്വലി ഇത് എന്താണ്, നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കോ ലാബോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ മാത്രം ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ ഇൻവെസ്റ്റിഗേഷൻ ലാബ് സെൻറ്ററോ മെറ്റേണിറ്റി ഹോമോ നഴ്സിംഗ് ഹോമോ ഇതെല്ലാം നമ്മൾ നാഷണൽ കൗൺസിൽ ഫോർ എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നാഷണൽ കൗൺസിൽ. ഓക്കെ, എക്സെപ്ഷൻ ഉണ്ട്. ഡിഫൻസ് ഫോഴ്സസിലുള്ള ഹോസ്പിറ്റലിന് ഇതൊരു എക്സെപ്ഷനാണ്. അവിടെ നമുക്കിത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സിനുണ്ട്. അത് നാഷണൽ കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡോക്ടർ എവിടെ ആയിക്കോട്ടെ, പബ്ലിക്കിലായാലും പ്രൈവറ്റിലായാലും. പിന്നെ നമുക്ക് ഇതിനുള്ള ആപ്ലിക്കേഷൻ വിത്തിൻ 10 days നമുക്കിത് കൊടുക്കാം. അവരെപ്പോൾ അവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള സ്ഥലത്ത് ഡിസിൻഫെക്റ്റൻ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, സ്റ്റാഫിൻ്റെ ഡിഗ്രി, ക്വാളിഫിക്കേഷന്, ഫീസ്, അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ഫീസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഈ എമർജൻസി മെഡിസിൻ കേസസിൽ ഒരു പേഷ്യൻ്റ് എമർജൻസി ആയിട്ട് വരുമ്പോൾ ആ പേഷ്യൻസിനെ സ്റ്റെബിലൈസ് ചെയ്തതിനെക്കുറിച്ചും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 12(2) ഓഫ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് 2010 എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ അകം തന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് ട്രീറ്റ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരിക്കലും നമുക്ക് എന്തിനാന്ന് ചോദിച്ചാൽ അത് കൂടുതൽ വേഴ്സൺ ആകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലും ഒരു ട്രസ്റ്റ് പബ്ലിക് ഓർ പ്രൈവറ്റ് ആയിട്ട് ചിലപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒക്കെ എനിക്കൊരു ട്രസ്റ്റാണെന്ന് തോന്നുന്നു. കോർപ്പറേറ്റീവായിട്ടുള്ള മെഡിക്കൽ ഹോസ്പിറ്റലില്ലേ, ലോക്കൽ അതോറിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡോക്ടറുള്ള ക്ലിനിക്കിലായാലും എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇൻ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഒഫൻസിൽ അവർ പിടിക്കുകയാണെങ്കിൽ 50,000 രൂപയും പിന്നീട് 2 ലക്ഷം രൂപയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപയും ആയിരിക്കും പിഴ കെട്ടേണ്ടി വരിക. അതുപോലെ തന്നെ എനി ആക്ട് കോൺട്രവീൻസ് എനി ആക്ട് എനിവൺ ഹു കോൺട്രവീൻസ് എനി ആക്ട് എനി പ്രൊവിഷൻ ഫസ്റ്റ് ടൈമിൽ 10,000 രൂപയും രണ്ടാമത്തെ തവണ 50,000 രൂപയും പിന്നീട് 5 ലക്ഷം വരെയാണ് ഫൈൻ കൊടുക്കേണ്ടി വരിക. പെനാലിറ്റി ഓഫ് സെർവിങ് ഇൻ അൺരജിസ്ട്രേഡ്. ഇപ്പോൾ ഒരാൾ ഒരു അൺരജിസ്ട്രേഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻഷൻ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ പേഴ്സണ് തന്നെ 25,000 റുപ്പീസ് നമുക്ക് കൊടുക്കേണ്ടി വരും പിഴ, അവിടെ അൺരജിസ്ട്രേഡ് ആയിട്ടുള്ള ക്ലിനിക്കിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ. ഇവിടെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ എനി കോൺട്രവേഴ്സി ഈ ഒരു ആക്റ്റിൽ നിന്നും എന്തെങ്കിലും വ്യതിചലിച്ച് പോവുകയാണെങ്കിലുള്ള ഫൈനാണ് ഈ 10,000, 50,000, മൂന്നാം വട്ടവും ചെയ്യുവാണെങ്കിൽ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ നാഷണൽ കൗൺസിലിലാണ് ഞാൻ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് വെൽഫെയറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വൈസിൽ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിൻ്റെ അധികാരമുള്ളത്. അതുപോലെ തന്നെ ചീഫ് മെഡിക്കൽ ഓഫീസർ, സൂപ്രണ്ടൻഡൻറ്റ് ഓഫീസൊക്കെ ഇതിൻ്റെ അകത്ത് അധികാരത്തിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി, ഡയറക്ടർ ഉണ്ടാവും. പ്രൈവറ്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊവിഷണൽ രജിസ്ട്രി, നമ്മളിപ്പോൾ പ്രൊവിഷണലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിന് 1 വർഷമേ വാല്യൂ ഉള്ളൂ. പെർമനൻറ്റ് കിട്ടാൻ 5 വർഷമേലും എടുക്കും. ഓക്കെ, ഇതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്. താങ്ക് യു.